We shall now discuss the topic മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഈ ഗാൽവനോമീറ്റർ എന്നുള്ളത് നമ്മൾ വീറ്റ്സ്റ്റൻസ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്ത ഒരു ഡിവൈസാണ്. അതിന് കറൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പിന്നെ അതിന് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു വോൾട്ട് മീറ്ററായിട്ടും അമ്മീറ്ററായിട്ടും ഒക്കെ ഗാൽവനോമീറ്ററിനെ യൂസ് ചെയ്യാം. മെയിനായിട്ട് ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറൻറ്റ് സർക്യൂട്ടിൽ ഉണ്ടെങ്കിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യും. കറൻറ്റ് സീറോ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയി സീറോയിൽ നിൽക്കും, അല്ലെങ്കിൽ നീഡിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി വാട്ട് ഈസ് ദ അപ്പാരറ്റസ് ഓഫ് ദി ഗാൽവനോമീറ്റർ? ഇതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോയിൽ വിത്ത് മെനി ടേൺസ് വിച്ച് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് എബൌട്ട് എ ഫിക്സഡ് ആക്സിസ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷനാണ് നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷനാണ് വരയ്ക്കുന്നത്. ഒരു സോഫ്റ്റ് അയേൺ പീസിൽ അങ്ങനെയുള്ള സോഫ്റ്റ് അയേൺ പീസിൽ നമ്മളൊരു വയറിനെ ചുറ്റിയിരിക്കുകയാണ്. കോയിൽ ഈസ് വൗണ്ട് ഓൺ എ സോഫ്റ്റ് അയേൺ പീസ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷൻ വരയ്ക്കുന്നതുകൊണ്ട് ഈ വട്ടം വരച്ചിരിക്കുന്നത് ആ സോഫ്റ്റ് അയേൺ പീസാണ്. പിന്നെ ഇതിൽ ചുറ്റിയിരിക്കുന്ന വയറാണ് ശരിക്കും ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സോഫ്റ്റ് അയേൺ പീസിൽ ഇതിനെങ്ങനെ ചുറ്റിയിരിക്കുകയാണ് വയർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ഇങ്ങനെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണുന്നതാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആ വട്ടം സോഫ്റ്റ് അയേൺ പീസും ഈ വയർ ചുറ്റിയിരിക്കുന്നു. ഇതിനെ എവിടെ വെച്ചിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഓഫ് എ മാഗ്നറ്റ് ആണ് ഈ സോഫ്റ്റ് അയേൺ പീസിനെ വെച്ചിരിക്കുന്നത്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എലോങ് ദി ഇങ്ങനെയാണ് വരുന്നത്. ഡയറക്ഷൻ ഓഫ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഫീൽഡ് ലൈൻസ് പോണത്. അപ്പോൾ ഈ സോഫ്റ്റ് അയേൺ പീസ് ഇവിടെ വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ അത് ഉപകരിക്കുന്നുണ്ട്. അതേപോലെ ഈ ഫീൽഡിനെ റേഡിയലാക്കാൻ, അതിനെ ആ കോയിലിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും ഈ സോഫ്റ്റ് അയേൺ പീസ് ഉപയോഗിക്കുന്നുണ്ട്. ആ സിലിണ്ടറിക്കൽ സോഫ്റ്റ് അയേൺ കോർ വിൽ മേക്ക് ദ ഫീൽഡ് റേഡിയൽ ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. റേഡിയൽ പറയുമ്പോൾ ഈ ടേൺസിലേക്ക് തന്നെ അത് കോൺസെൻട്രേറ്റഡ് ആവും, അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് പോവാതെ. ഇനി ഈ സോഫ്റ്റ് അയേൺ പീസിൻ്റെ താഴെയായിട്ട് ഒരു സ്പ്രിങ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ സ്പ്രിങ്ങിനെ നമ്മളിപ്പോൾ വരയ്ക്കുന്നത് തൽക്കാലം ഇങ്ങനെ ആണ്. ഇങ്ങനെയുള്ള സ്പ്രിങ് ഇതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. സ്പ്രിങ് ഇങ്ങനെ ഈ സോഫ്റ്റ് അയേൺ പീസിൻ്റെ, ഇപ്പോൾ ഇതാണ് സോഫ്റ്റ് അയേൺ പീസ് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ എവിടെയാണ് സ്പ്രിങ്. അപ്പോൾ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കറിയാം, ഒരു റെക്റ്റാങ്കുലർ കോയിലിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ടോർക്ക് ഓൺ എ കറൻറ്റ് ലൂപ്പ് പ്ലേസ്ഡ് ഇൻ എ റെക്റ്റാങ്കുലർ കോയിൽ. അപ്പോൾ ഈ കോയിൽ ഇവിടെ കറൻറ്റ് പാസ് ചെയ്താൽ കോയിലിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കോയിൽ ഇങ്ങനെ തിരിയും. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള സ്പ്രിങ്ങും തിരിയും. പക്ഷേ സ്പ്രിങ്ങിൻ്റെ ടെൻഡൻസി എന്താണ്? തിരിച്ച് അത് പഴയ പോലെ ആവാനാണ് സ്പ്രിങ്ങിൻ്റെ ടെൻഡൻസി. അപ്പോൾ ഈ സോഫ്റ്റ് അയേൺ പീസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോയിൻ്റർ അതൊരു സ്കെയിലിലാണ്, റീഡിങ്സ് ഉള്ള ഒരു സ്കെയില്. ഇതിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്കെയിലിൽ ദ ഡിഫ്ലക്ഷൻ വിൽ ബി സീൻ. സോ ദിസ് ഈസ് എ സോഫ്റ്റ് അയേൺ പീസ്, സോഫ്റ്റ് അയേൺ. ഈ ലൈൻസ് വരച്ചതാണ് കോയിൽ ആൻഡ് ദിസ് ഈസ് ദ പോയിൻ്റർ. അപ്പോൾ വെനെവർ എ കറൻറ്റ് പാസസ് ത്രൂ ദ കോയിൽ വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് ബിക്കോസ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. കോയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എം ക്രോസ് ബി, അല്ലെങ്കിൽ എം എന്നുള്ളത് എന്താണ്? എം ഈക്വൽ ടു ഐ എ അല്ലേ? അപ്പോൾ എം ക്രോസ് ബി പറഞ്ഞാൽ ഐ എ ബി എം ബി സൈൻ തീറ്റയാണ്. അതിനെ നമുക്ക് ഐ എ ബി സൈൻ തീറ്റ എന്ന് എഴുതാം. തീറ്റ ഇത് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. റേഡിയൽ എന്ന് പറഞ്ഞാൽ
ഈ പ്ലെയിൻ ഓഫ് ദ കോയിലും മാഗ്നറ്റിക് ഫീൽഡും രണ്ടും പാരലലാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് വരിക. ഇനി നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N ആയതുകൊണ്ട് NIAB സൈൻ തീറ്റ. അപ്പോൾ ഈ മാഗ്നറ്റിക് ടോർക്ക് കാരണം കോയിൽ ഒരു ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യും, സ്പ്രിങ്ങും അതേപോലെ തിരിയും. പക്ഷേ സ്പ്രിങ്ങിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? അത് തിരിച്ച് പഴയ പോലെ ആവാൻ ശ്രമിക്കുന്നു. സോ ദ സ്പ്രിങ് വിൽ എക്സേർട്ട് എ റെസ്റ്റോറിംഗ് ടോർക്ക് ആൻഡ് ദാറ്റ് റെസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു K∅, വെർ φ ഈസ് ദ ആംഗിൾ ടേൺഡ്. നമ്മൾ സ്പ്രിങ്ങിനെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചു. സ്പ്രിങ്ങിനെ താഴത്തേക്ക് വലിച്ചു വിട്ടാൽ തിരിച്ച് അത് പഴയ പോലെ ആവാൻ ശ്രമിക്കും. ആ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഈസ് ഈക്വൽ ടു KX അല്ലേ? ഹുക്സിലോ F ഈക്വൽ ടു KX എന്ന്. അതേപോലെ സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന റെസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറയുന്നത് സ്പ്രിങ്ങിനെ എങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ, വലിക്കുന്നതിന് പകരം തിരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആംഗിൾ ഫൈയിലൂടെ നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ the restoring torque is directly proportional to angle turn. ഇവിടെയും ഇതിൽ ബുക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന K തന്നെയാണ്. മറ്റേത് നമ്മൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് പറയും. ഇത് ടോർഷണൽ കോൺസ്റ്റൻ്റ് ആണ് K എന്ന് പറയുന്നത്. അപ്പോൾ റെസ്റ്റോറിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു K∅. ഇത് രണ്ടും ബാലൻസ്ഡ് ആവും. അപ്പോൾ ഈ നീഡിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വന്ന് നിൽക്കും. മാഗ്നറ്റിക് ടോർക്ക് കാരണം കോയിൽ ഒരു ഭാഗത്തേക്ക് തിരിയും, അതിനെ ബാലൻസ് ചെയ്ത് സ്പ്രിങ് റെസ്റ്റോറിംഗ് ടോർക്ക് ആക്ട് ചെയ്യും. എന്നിട്ട് ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ നീഡിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇൻ ഇക്വിലിബ്രിയം NIAB സൈൻ 91 ആണ്, ഈസ് ഈക്വൽ ടു K∅, ഓർ വി ക്യാൻ സേ φ ഈസ് ഈക്വൽ ടു, ഫൈ മാത്രം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അപ്പുറത്തേക്ക് പോകും, NAB/K ഇൻറ്റു I. N നമ്പർ ഓഫ് ടേൺസ് കോൺസ്റ്റൻറ്റ്, A ഏരിയ ഓഫ് ദ കോയിൽ, B മാഗ്നറ്റിക് ഫീൽഡ്, K സ്പ്രിങ്ങിൻ്റെ ടോർഷണൽ കോൺസ്റ്റൻറ്റ്. അതായത് ഫൈ പ്രൊപ്പോർഷണൽ ടു I എന്നുള്ളതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് ചോദിച്ചാൽ the deflection is directly proportional to the current passing through the galvanometer എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്തെഴുതാം? ഇൻ എ ഗാൽവനോമീറ്റർ മാഗ്നറ്റിക് ടോർക്ക് NIAB ഈസ് ഈക്വൽ ടു ദി റെസ്റ്റോറിംഗ് ടോർക്ക് K∅. K ക്യാപിറ്റൽ ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ സ്മോൾ ഇഷ്ടമുള്ള പോലെ എഴുതാം. ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കറൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ.